ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഗാർലിക് ബ്രെഡാണ്. അപ്പോൾ ഇത് നല്ല ഫ്ലേവറുള്ളൊരു ബ്രെഡാണ്, അതുപോലെ തന്നെ നല്ല സോഫ്റ്റുമാണ്. ഫ്ലവർ ഗാർലിക് ബ്രെഡ് എന്നാണ് കേട്ടോ ഇത് പറയുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ 250 ml മെഷറിംഗ് കപ്പിൽ 2 കപ്പ് ഓൾ പർപ്പസ് ഫ്ലോർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ ടേസ്റ്റിനനുസരിച്ചുള്ള ഉപ്പൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിതിലേക്ക് ഇനി ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ഒരു 1/2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആക്റ്റീവ് ഡ്രൈ ഈസ്റ്റാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ നിങ്ങൾ ഈ ഒരു സ്റ്റെപ്പ് അവോയ്ഡ് ചെയ്യണം. അതായത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആണെങ്കിൽ നമുക്ക് ഫ്ലോറിലേക്ക് നേരിട്ട് ചേർത്ത് കൊടുക്കാം. ആക്റ്റീവ് ഡ്രൈ ഈസ്റ്റ് ആണെങ്കിൽ നിങ്ങൾ ചെറുചൂടുപാൽ ഒരു 1/4 കപ്പ് എടുത്തിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ആക്റ്റീവ് ഡ്രൈ ഈസ്റ്റ് ഇതിലേക്ക് ചേർത്ത് ഒരു 10 മിനിറ്റ് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഇത് നല്ലതുപോലെ പതഞ്ഞ് പൊങ്ങി വരും. ഈ ഒരു മിക്സാണ് ഈ സമയത്ത് നമ്മൾ ഫ്ലോറിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സെൻറ്ററിലായിട്ട് നമുക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലിന് പകരം നിങ്ങൾക്ക് ബട്ടർ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിനുശേഷം ഞാൻ ഇതിലേക്ക് ഒരു കോഴിമുട്ട നല്ലതുപോലെ ബീറ്റ് ചെയ്തത് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കൂടെ 250 ml മെഷറിംഗ് കപ്പിൽ 1 കപ്പ് ചൂടുപാൽ, അതായത് ചെറു ചൂടുപാൽ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ചൂടുപാൽ തന്നെ ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ നമ്മളിത് ചെയ്യുന്നത് കൈകൊണ്ട് കുഴയ്ക്കാത്ത രീതിയിൽ നല്ല സോഫ്റ്റ് ബ്രെഡ് എങ്ങനെ ഉണ്ടാക്കാം എന്ന രീതിയിലാണ്. അപ്പോൾ സ്പൂൺ കൊണ്ടോ മറ്റോ വെച്ചിട്ട് നല്ലതുപോലെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ സ്പൂൺ വെച്ചിട്ട് ഞാൻ നല്ലതുപോലെ മാവ് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു സ്ട്രക്ചറായിരിക്കും നമ്മുടെ മാവ്. ഇനി നമുക്കിത് പ്ലാസ്റ്റിക് റാപ്പ് കൊണ്ട് ഒന്ന് കവർ ചെയ്ത് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. നല്ല ചൂടുള്ള പ്ലേസൊക്കെ ആകുമ്പോൾ 1 മണിക്കൂറൊക്കെ ഈ മാവ് പൊങ്ങാനായിട്ട് മതിയാവും. ഇനി നമുക്ക് ബ്രെഡിൻ്റെ ഉള്ളിൽ വയ്ക്കാനുള്ള ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഞാൻ 100 ഗ്രാം ബട്ടർ, അതായത് അൺസാൾട്ടഡ് ബട്ടറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ബട്ടർ എടുക്കുമ്പോൾ റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ വേണം യൂസ് ചെയ്യാനായിട്ട്. 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 1/2 കപ്പ് സ്പ്രിംഗ് ഓണിയൻ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. സ്പ്രിംഗ് ഓണിയന് പകരം നിങ്ങൾക്ക് മല്ലിയില വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലേക്ക് സ്പ്രിംഗ് ഓണിയൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഈ ഒരു ഫില്ലിങ് നേരത്തെ തയ്യാറാക്കി വയ്ക്കാം, അതൊന്ന് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്ലവർ ഗാർലിക് ബ്രെഡ് ഉണ്ടാക്കുന്നതിന് തൊട്ട് മുന്നേ ഇത് ചെയ്തെടുത്താലും മതി. അപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മാവ് ഡബിൾ സൈസായിട്ട് വന്നിട്ടുണ്ട്. നല്ല ഹോൾസൊക്കെ ആയിട്ട് സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനിയും മറ്റൊരു ബൗളിലേക്ക് ഞാൻ കുറച്ച് ഓൾ പർപ്പസ് ഫ്ലോർ ഇടുന്നുണ്ട്. അതിലേക്ക് ഞാൻ ഈ ഒരു മാവും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൽ നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം, അതായത് കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ. അപ്പോൾ മാവിൽ ഒന്ന് ഫോൾഡ് ചെയ്ത് കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കാത്ത രീതിയിലായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് ഒരു ചപ്പാത്തി പലകയിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. ഇത് നമുക്കൊരു 16 പീസസായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഓരോ പീസസും ചെറിയ ബോൾസ് ആക്കി എടുക്കണം. കുറച്ച് പൊടിയിൽ ഒന്ന് ഡിപ്പ് ചെയ്ത് എടുത്തതിന് ശേഷം ഇതുപോലെ ഓരോ ബോൾസും ഉള്ളിലേക്ക് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. അപ്പോൾ എല്ലാ ബോൾസും നമുക്ക് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. ഇനി ഓരോ ബോൾസും നമ്മൾ വിരൽ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് ഒന്ന് ഫ്ലാറ്റ് ആക്കി എടുക്കണം. അതിനുശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഗാർലിക് ബട്ടർ ഇതിൻ്റെ മുകളിൽ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതുപോലെ ഹാഫായിട്ടൊന്ന് ഫോൾഡ് ചെയ്തിട്ട് പെറ്റൽ, അതായത് ഫ്ലവർ പെറ്റൽ ഷേപ്പിൽ ഇതുപോലെ നമുക്ക് ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാ ബോൾസും ഞാൻ ഇതുപോലെ ഫ്ലവർ പെറ്റൽസായിട്ട് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് ബേക്ക് ചെയ്യാൻ എടുക്കുന്നത് നമ്മൾ കേക്കൊക്കെ ബേക്ക് ചെയ്യാൻ എടുക്കുന്ന പാനിലാണ്. അപ്പോൾ പാനിൽ ഞാനിതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പ്ലാസ്റ്റിക് റാപ്പ് കൊണ്ട് ഒന്ന് കവർ ചെയ്ത് 1/2 മണിക്കൂർ കൂടെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഓവൻ അതിന് മുന്നേ 10 മിനിറ്റ് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്തിടണം. ഇനി നമുക്കിതിൻ്റെ മുകളിലായിട്ട് ഒരു മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തതൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് 200 ഡിഗ്രിയിൽ 30 മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഫ്ലവർ ഗാർലിക് ബ്രെഡ് ഇവിടെ സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള ബ്രെഡാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. അതുപോലെ തന്നെ ഇതിനെപ്പറ്റിയുള്ള അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ അറിയിക്കണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം.
അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ, നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോസ് ഇഷ്ടമായാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ് ടു ഡേറ്റ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു.